നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ സവിതാ രാജ്കുമാർ, ഗുരുവായൂർ സ്വദേശിയാണ്. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനവേശയന്തം വടസ്യ പുത്രസ്യ ബഡേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഞാനിങ്ങനെ ഒരേ ശ്ലോകം എല്ലാ ദിവസവും ചൊല്ലുമ്പോൾ വിഷ്ണു പറഞ്ഞു എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണം ശ്ലോകത്തിൽ നിന്ന്. അപ്പോൾ ഞാനൊരു ശ്ലോകവും കൂടി ചെല്ലിയെന്നേ ഉള്ളൂ കേട്ടോ. എനിക്ക് ശ്ലോകം ചെല്ലാൻ ഒരുപാട് കോൺഫിഡൻസിൻ്റെ കുറവുണ്ട്. കാരണം സംസ്കൃതം പഠിക്കാത്ത കാരണം ചില സമയത്ത് ചില വേർഡ്സ് അല്ലെങ്കിൽ ചില ലെറ്റേഴ്സ് എവിടെയാണ് ആ ഒരു എംഫസൈസ് ചെയ്ത് പറയേണ്ടതെന്നുള്ളത് ചിലപ്പോൾ തെറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര കോൺഫിഡൻ്റ് ആയിട്ടൊരു ശ്ലോകം പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനൊരു സിമ്പിൾ ശ്ലോകം എപ്പോഴും എടുത്തു വെച്ചിരിക്കുന്നത്. അതിലൊരു മാറ്റവും വരുത്താത്തത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പറഞ്ഞപ്പോൾ വേറൊരു സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ട് അതും കൂടെ ഒന്ന് ചൊല്ലിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ സത്സംഗത്തിലേക്ക്. ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം ഇന്നലെ മുട്ടുകുത്തി നിൽക്കുന്ന കൃഷ്ണനായിരുന്നു, ഉണ്ണികൃഷ്ണനായിട്ടായിരുന്നു ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം ഉണ്ടായിരുന്നത്. അപ്പോൾ മിനിയാന്നും അതെ വെണ്ണകൃഷ്ണനായിരുന്നു, ഇന്നലെ ഉണ്ണികൃഷ്ണൻ മുട്ടുകുത്തി നടക്കുന്ന ഉണ്ണികൃഷ്ണനായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗം ആചാര്യൻ വർണ്ണിച്ച് കേൾക്കാറുണ്ട് കേട്ടോ. എപ്പോഴും എന്താ പറയുക, രത്നങ്ങൾ പതിച്ചിട്ടുള്ള ഒരു നിലം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആയിരുന്നു വൃന്ദാവനത്തിലെ ആ ഒരു നന്ദഗോപുരയുടെ വസതി. അപ്പോൾ ആ ഒരു വസതിയിൽ ഭഗവാൻ ഇങ്ങനെ മുട്ടുകുത്തി നടക്കുന്ന സമയത്ത് ഭഗവാന്റെ തന്നെ പ്രതിബിംബം കണ്ട് തൊട്ടു നോക്കും. അങ്ങനെ ഒന്ന് തലോടി നോക്കുമ്പോൾ, ഒന്ന് അടിച്ചു നോക്കുമ്പോൾ ഒക്കെ അതൊക്കെ കണ്ട് യശോദമ്മ സന്തോഷിക്കുന്ന ആ ഒരു ഭാഗം, ഇതൊക്കെ ഇന്നത്തെ എല്ലാ കുട്ടികളും ചെയ്യുന്നത് തന്നെയാണ്. ആദ്യമായിട്ട് കണ്ണാടി കാണിക്കുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ലേ, അവരെ തന്നെ കാണുന്ന സമയത്ത് അവരൊന്ന് തൊട്ട് നോക്കുന്നതും കണ്ണാടിയിലൊന്ന് അടിച്ചു നോക്കുന്നതും ഒക്കെ. എൻ്റെ ചെറിയ മോളൊക്കെ കണ്ണാടിയിൽ അടിച്ച് അത് പൊട്ടിപ്പോയിട്ടുണ്ട്, കണ്ണാടി പൊട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ട് കണ്ണാടി കണ്ടപ്പോൾ ഒരാവേശത്തിൽ കണ്ണാടിയുടെ മുകളിൽ അടിച്ച് അത് സ്ക്രാച്ച് വീണിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഭഗവാൻ അന്ന് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുട്ടുകുത്തി നടക്കുന്ന സമയത്ത് ഭഗവാന്റെ ആ ഒരു പ്രതിബിംബം ശരിക്കും അവിടെ നിലത്ത് തെളിഞ്ഞ് കാണാമായിരുന്നു എന്നും ഭഗവാൻ അതിലേക്ക് തന്നെ നോക്കാറുണ്ട് എന്നുള്ളതൊക്കെ കഥയായിട്ട് വിസ്തരിച്ച് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ ഒരു രൂപമായിരുന്നു ഭഗവാൻ ഇന്നലെ മുട്ടുകുത്തിയ കുഞ്ഞുണ്ണികൃഷ്ണനായിട്ടായിരുന്നു. ആ ഉണ്ണികൃഷ്ണനെ ഒരു നിമിഷം നമുക്ക് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു നാമം അല്ലെങ്കിൽ നമ്മളുടെ നിത്യജപത്തിലുള്ള ഒരു നാമം താഴെ കമൻറ്റായിട്ട് എഴുതിക്കോളൂ. ഇന്നത്തെ വിശേഷങ്ങൾ. മഞ്ജു ആൻഡ് അഞ്ജലി ഫ്രം കോഴിക്കോട് എന്ന ആ ഒരു 2 ഭക്തർ എപ്പോഴും നമുക്ക് കമൻറ്റ് ചെയ്യാറുള്ളതാണ്. അവർ ഇന്നലെ ചോദിച്ചിട്ടുണ്ട് കയറ് വഴിപാടായിട്ട് നൽകുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക്. അപ്പോൾ അത് ചൂടിക്കയറാണോ അതോ പ്ലാസ്റ്റിക്കിൻ്റെ കയറാണോ? ചൂടിക്കയർ കൊടുക്കുന്നതായിട്ടാണ് കേട്ടോ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ സാധിക്കും, നിങ്ങൾക്കിനി വരുമ്പോൾ അങ്ങനെ സമർപ്പിക്കാൻ സാധിക്കട്ടെ. അവിടെ ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ കിട്ടും, പ്രതീകാത്മകമായിട്ട് വേണമെങ്കിൽ എടുത്തു വയ്ക്കാം, അതല്ലെങ്കിൽ നമുക്ക് വാങ്ങി കൊണ്ടുവന്നിട്ടും സമർപ്പിക്കാം. ഗുരുവായൂർ പടിഞ്ഞാറ് നടയിലുള്ള കടയിൽ തന്നെ കിട്ടും കേട്ടോ. ശ്രീദേവി മേനോൻ എന്ന ഒരു ഭക്ത, ശ്രീദേവി അമ്മ നമ്മളുടെ അടുത്ത് ഗുരുവായൂർ അമ്പലത്തിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന നല്ല അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് കേട്ടോ. ക്ഷേത്രത്തിലെ ജീവനക്കാർ തന്നെ പാൽപ്പായസവും പ്രസാദങ്ങളും ഒക്കെ വാങ്ങാൻ സഹായിച്ച ഒരു നല്ല അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. നല്ല അനുഭവങ്ങൾ ഉണ്ടാവുന്നവർ അത് പറയാതെ ഇരിക്കുന്നത് അതൊക്കെ സ്വാഭാവികം, അല്ലെങ്കിൽ അത് അവരുടെ ഡ്യൂട്ടിയല്ലേ, അവർ ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നതും. ചീത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നല്ലോണം എടുത്ത് പറയുന്നതും അത് മനുഷ്യ സഹജമായിട്ടുള്ള സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ ഈ ചീത്ത അനുഭവങ്ങളാണ് നമുക്ക് കൂടുതലും കേട്ട് പരിചയമുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നല്ല അനുഭവങ്ങൾ ആരും ഷെയർ ചെയ്യാൻ തയ്യാറാവാത്തത് കൊണ്ടാണ്. ഇന്ന് രാവിലെ ഞാൻ അമ്പലത്തിൽ തൊഴാൻ നിൽക്കുന്ന സമയത്ത് ശരിക്കും ആ ഒരു മണ്ഡപത്തിൻ്റെ അടുത്ത് ഞാൻ എത്തിയ സമയത്ത് നടയടച്ചപ്പോൾ അവിടെയുള്ള ജീവനക്കാരിയോട് ഞാൻ പറഞ്ഞു നടയടച്ചു എന്ന്. കാരണം അവർ ഭക്തജനങ്ങൾക്ക് അഭിമുഖീകരിച്ചുകൊണ്ടാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ അവരോട് നടയടച്ചു, അവർ നീങ്ങാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മുമ്പായിട്ടൊരു 3-4 പേര് തൊഴാതെയാണ്. അടുത്തെത്തിയപ്പോഴേക്കും നടയടച്ചിട്ട് അവരങ്ങോട്ട് നീങ്ങും എന്ന് പറഞ്ഞു അവർ നീങ്ങി. അപ്പം നടയടച്ചു എന്ന് ഞാൻ പറഞ്ഞതും അവർ പറഞ്ഞു നിങ്ങൾ തൊഴുതില്ലല്ലോ, നിങ്ങൾ എങ്ങോട്ടായി പോണേ, നടയടച്ചില്ലേ, ഇങ്ങോട്ട് തിരിച്ചു വരൂ എന്ന് പറഞ്ഞ് ആ പോയ 4 പേരെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ടുവന്ന് അവരെ ഫ്രണ്ടിൽ നിർത്തി. അപ്പോൾ ഇതറിയില്ല അവർക്ക്, അവർ നമ്മളെ അഭിമുഖീകരിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ അകത്ത് മറവുണ്ടോ എന്നോ അല്ലെങ്കിൽ നടയടച്ചോ എന്നോ അവർക്ക് അറിയില്ല.
അതുകൊണ്ടാണ് അവർ നടയടയ്ക്കാറായി നീങ്ങൂ എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗണപതി ഹോമത്തിൻ്റെ സമയത്ത് നടയടയ്ക്കാൻ ആയ സമയത്തായിരുന്നു എത്തിയത്. അപ്പോൾ ഓൾറെഡി അടച്ചത് അവരോട് ഇൻഫോം ചെയ്യുക തന്നെ വേണ്ടേ. അപ്പോൾ ഞാനിന്ന് ഇവിടുന്ന് പറഞ്ഞു നടയടച്ചു കേട്ടോ എന്ന് പറഞ്ഞപ്പോഴാണ് അവർ 4 പേരെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നത്. ഒരു പക്ഷേ പേടിച്ചിട്ടാവാം അവർ പറയാത്ത. കാരണം എന്താ വെച്ചാൽ എങ്ങനെയാണ് ഇവർ റിയാക്ട് ചെയ്യാന്ന് അറിയില്ല. കാരണം നമ്മൾ കേൾക്കുന്നതെല്ലാം മോശമായിട്ടാണ്. അപ്പോൾ ഇനി നടയടച്ചു എന്ന് ഞാൻ നിൽക്കട്ടെ എന്ന് ചോദിച്ച് ചീത്ത പറയുമോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. പക്ഷേ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. അപ്പോൾ അവർക്കത് അറിയാത്തത് കൊണ്ടാണ്. അതേമാതിരി ഒരു പാരൻസ് ചെറിയ ഒരു കുട്ടിയെ കൊണ്ടിട്ട് ഈ നടയടച്ച സമയത്ത് അവർ കുറേ ദൂരം മുന്നോട്ട് പോയത്. അവർ തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു, അല്ല നിങ്ങൾ തൊഴുതു പോയവരല്ലേ എന്ന് ചോദിച്ചു ഈ ജീവനക്കാരി. അപ്പോൾ പറഞ്ഞു, കുഞ്ഞ് കരഞ്ഞത് കാരണം ഞങ്ങൾ ശരിക്കും ഗുരുവായൂരപ്പനെ കണ്ടില്ല, ഞങ്ങളൊന്ന് ഇവിടെ നിന്നോട്ടെ എന്ന് അവർ വളരെ വിനയപൂർവ്വം ചോദിക്കുകയും അവരെ കയറ്റി നിർത്തുകയും ചെയ്തു. അവരും നട തുറന്ന് വീണ്ടും കുഞ്ഞിനെയും കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് നീങ്ങിയത്. അപ്പോൾ ഇത് ഇന്ന് എനിക്കുണ്ടായൊരു നല്ല അനുഭവമാണ്, ഞാൻ കണ്ടൊരു നല്ല അനുഭവമാണ്. അപ്പോൾ അതുപോലെ നല്ല അനുഭവങ്ങൾ കൂടുതലായിട്ടും ഷെയർ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് ഈ ഒരു 25% ഇങ്ങനെ നടക്കുന്നുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ 75% ആളുകൾ ഇത് കേട്ടിട്ട് തെറ്റിദ്ധരിച്ചു വരുന്നതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളത്. മോശമായിട്ട് പെരുമാറുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, 100-ൽ ഒരാൾ മോശമായിട്ട് പെരുമാറുന്നുണ്ടായിരിക്കാം. പക്ഷെ അവരെ വെച്ച് ഗുരുവായൂർ ദേവസ്വത്തിനെ മൊത്തമായിട്ട് അങ്ങനെ പറയുന്നത് ശരിയാണോ എന്നുള്ളത് ഒന്നും കൂടെ ചിന്തിക്കേണ്ട കാര്യമാണ് കേട്ടോ. അടുത്ത ചോദ്യം, അഞ്ജന കൃഷ്ണൻ എന്ത് ചോദിച്ചിട്ടുണ്ട്, ഗുരുവായൂരിൽ ആദ്യമായിട്ട് ഭാഗവത സപ്താഹം നടത്തിയത് പൂന്താനമാണോ എന്ന്. അങ്ങനെ ആയിരിക്കാനും ഒരു സാധ്യതയും കാണുന്നില്ല കേട്ടോ. കാരണം പൂന്താനത്തിന് മുമ്പ് എത്രയോ മുമ്പാണല്ലോ നമ്മളുടെ ഈ ഒരു ഭാഗവതം എന്നുള്ള ആ ഒരു ഗ്രന്ഥം ഉള്ളത്. അപ്പോൾ അതിനു മുമ്പും സപ്താഹങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. പക്ഷേ പൂന്താനത്തിൻ്റെ കാലഘട്ടത്തിൽ മുഴുവനും അദ്ദേഹത്തിൻ്റെ ഭാഗവത സപ്താഹം കേൾക്കാനായിട്ട് അനവധി ഭക്തജനങ്ങൾ ഗുരുവായൂരമ്പലത്തിൽ തടിച്ചുകൂടിയിരുന്നു എന്നുള്ളതാണ് സത്യം. അന്നേ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു പൂന്താനം ഇവിടെ ഉണ്ടെങ്കിൽ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സപ്താഹം കേൾക്കാനായിട്ട് അനവധി ആളുകൾ ശ്രോതാക്കളുണ്ടായിരുന്നു. കാരണം അദ്ദേഹം വളരെ സിമ്പിളായിട്ട് അദ്ദേഹത്തിൻ്റെ സംസ്കൃത ഗ്രന്ഥങ്ങളിൽ അതീവ ഗ്രാഹ്യമൊന്നും ഇല്ലാത്തൊരു സാധാരണ ബ്രാഹ്മണനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേർഡ്സ് വളരെ സിമ്പിളായിരുന്നു, എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലായിരുന്നു എന്നാണ് കഥ. അതുമാത്രമല്ല അദ്ദേഹം പറയുന്ന ചില ഭാഗങ്ങൾ ഭഗവാൻ പോലും ആസ്വദിച്ച് കേട്ടിരുന്നു. ചില ഭാഗങ്ങളല്ല, സപ്താഹം മുഴുവൻ തന്നെ ഭഗവാൻ ആസ്വദിച്ച് കേട്ടിരുന്നു എന്നുള്ളതിന് 1-2 ഉദാഹരണങ്ങൾ കൂടി പറയാറുണ്ട് കേട്ടോ എൻ്റെ ആചാര്യൻ എന്ന് പറയുന്ന അദ്ദേഹം. കാരണം എന്താ വെച്ചാൽ അതിലൊരു കാര്യം എന്തായിരുന്നു എന്നറിയോ, പൂന്താനം ഒരിക്കൽ ഗജേന്ദ്ര മോക്ഷം കഥ പറയുന്ന സമയത്ത് ആനയുടെ പിൻകാലിൽ മുതല കടിച്ചതായിട്ട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇന്ന കാലിൽ എന്നൊന്നും വിശദീകരിച്ച് ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ല എന്നും അതാര് പറഞ്ഞതാണ് അങ്ങനെ എന്ന് ഒരു ചോദ്യവും ചോദിച്ചുത്രേ അവിടെ കേട്ടു നിന്നിരുന്നാണ്. അപ്പോൾ അങ്ങനെ അല്ല എന്നാര് പറഞ്ഞു എന്ന് ഒരശരീരി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ പൂന്താനം എന്ത് പറഞ്ഞാലും ഭഗവാൻ അംഗീകരിക്കുന്ന ഒരു ഇതായിരുന്നു. അതേമാതിരി തന്നെ രുക്മിണി സ്വയംവരം കഥ ഭഗവാന്റെ മുമ്പിൽ പൂന്താനം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അനവധി ഭക്തജനങ്ങൾ കേട്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ബ്രാഹ്മണൻ്റെ കയ്യിൽ രുക്മിണി ഒരു സന്ദേശം കൊടുത്തയച്ചു എന്നൊരു ഭാഗം പൂന്താനം വിശദീകരിച്ച് പറയുന്നുണ്ട്. രുക്മിണി സന്ദേശം എന്ന കുറച്ച് ശ്ലോകങ്ങളുണ്ടെങ്കിലും ബ്രാഹ്മണൻ്റെ കയ്യിൽ അങ്ങനെ ഒരു സന്ദേശം കൊടുത്തയച്ചതായിട്ട് എവിടെയും കേൾക്കാൻ സാധിക്കില്ല നമുക്ക്. അതായത് ഭാഗവതത്തിൽ അങ്ങനെ ഒരു വാചകമില്ല, ബ്രാഹ്മണൻ്റെ കയ്യിൽ ഒരു സന്ദേശം കൊടുത്തയച്ചു എന്ന്. ഇത് പൂന്താനം പറഞ്ഞ ഉടനെ ഇതുപോലെ ഭാഗവതത്തിൽ അതീവ ഗ്രാഹ്യമുള്ള ഒരാൾ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു അത്രേ, ബ്രാഹ്മണൻ്റെ കയ്യിൽ അങ്ങനെ ഒരു സന്ദേശം കൊടുത്തയച്ചു എന്ന് ഏത് വരിയിലാണ് പറഞ്ഞിരിക്കുന്നത് എന്ന്. ഉടനെ ആ ശരീരം ഉണ്ടായിരുന്നു അത്രേ, ബ്രാഹ്മണൻ്റെ കയ്യിൽ അങ്ങനൊരു സന്ദേശം കൊടുത്തയച്ചിട്ടില്ല എന്ന് ഏത് വരിയിലാണ് പറഞ്ഞിരിക്കുന്നത് എന്ന്. അപ്പോൾ അതായത് ഭഗവാൻ അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും ഭഗവാൻ അത്രയും അനുകൂലത്തിൽ ആയിരുന്നു പൂന്താനത്തിന് എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സപ്താഹങ്ങൾ ആസ്വദിച്ച് കേട്ടിരുന്ന അനവധി ആളുകളുണ്ടായിരുന്നു. അതുമാത്രമല്ല ഭഗവാൻ അദ്ദേഹത്തിനെ കൊണ്ട് രുക്മിണിയും ഭഗവാനും തമ്മിലുള്ള ഒരു പ്രണയകലഹത്തിൻ്റെ ഭാഗമുണ്ട്. ആ ഒരു പ്രണയകലഹത്തിൻ്റെ ഭാഗം എത്രയോ നാളുകൾ വിസ്തരിച്ച് പറയിപ്പിച്ചിട്ടുണ്ടെന്നാണ്. അതായത് നമ്മൾ ഈ സപ്താഹം വായിച്ചിട്ട് ഇദ്ദേഹം എവിടം വരെ എത്തിയെങ്കിൽ അവിടെ ഒരു അടയാളം വെച്ചതിന് ശേഷം പിറ്റേ ദിവസം അവിടം വെച്ച് തുടങ്ങാം എന്ന രീതിയിൽ പോയിരുന്നു. അപ്പോൾ
ഈ രുക്മിണി കൃഷ്ണന്മാരുടെ ഈ ഒരു രുക്മിണി സ്വയംവരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രണയകലഹം എന്നൊരു ഭാഗമുണ്ട്. ആ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ അദ്ദേഹം അവിടെ അടയാളം വെച്ചതിന് ശേഷം പോയി തിരിച്ചു വന്ന് നോക്കുമ്പോൾ അവിടെ തന്നെയായിരിക്കും ആ അടയാളം. അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ട് അദ്ദേഹം അത് കഴിഞ്ഞതാണെന്നും അടുത്ത ആ ഒരു ഭാഗത്തേക്ക് അടയാളം മാറ്റി വെച്ചു എന്നും. പക്ഷെ പിന്നെയും അത് അവിടെ തന്നെ ഇരിക്കുന്നതാണ്. പിന്നെയും അദ്ദേഹം അവിടെ തന്നെ എവിടെയാണോ അദ്ദേഹം മാറ്റി വെച്ചത് അവിടെ ഇല്ല, അടയാളം പ്രണയകലഹത്തിൻ്റെ അവിടെ ഉണ്ടാവാറ്. അങ്ങനെ അദ്ദേഹം അനവധി വട്ടം ഗുരുവായൂരമ്പലത്തിലെ ഈ രുക്മിണി പ്രണയകലഹം വിസ്തരിച്ച് പറയുകയുണ്ടായി എന്നും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഭഗവാന് പൂന്താനത്തിൻ്റെ ഒരു സ്വരത്തിൽ ഈ ഒരു രുക്മിണി പ്രണയകലഹം കേൾക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് ആചാര്യൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അനുഗ്രഹീതനായിട്ടുള്ള ഒരു ഭക്തൻ തന്നെയായിരുന്നു പൂന്താനം. അദ്ദേഹത്തിൻ്റെ ഭാഗവത സപ്താഹങ്ങൾക്ക് അനേകം പ്രത്യേകതകളുണ്ടായിരുന്നു. ഇത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം ഒരിക്കൽ കൊട്ടിയൂർ അമ്പലത്തിൽ തൊഴാൻ പോയി എന്നാണ് പറയുന്നത്. കൊട്ടിയൂർ അമ്പലത്തിൽ ഇപ്പോഴും നിങ്ങൾക്കറിയാം, കൊട്ടിയൂർ അമ്പലം എന്ന് പറയുന്നത് ശരിക്കും ഒരു അമ്പലം ആ ഒരു മാതൃകയിലല്ലല്ലോ. അവിടെ അങ്ങനെ കുറേ കെട്ടി, ഞാൻ പോയിട്ടില്ല, അങ്ങനെ ഒരു ഇതൊക്കെ നമ്മൾ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ ആ ഒരു അതും കൊട്ടിയൂർ തുറക്കുന്ന കാലം ഒരു പ്രത്യേക കാലത്തിലാണ് എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പം അന്ന് കൊട്ടിയൂർ തൊഴുതിട്ട് അദ്ദേഹം തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗ്രന്ഥം, അതായത് എപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവുന്ന ഭാഗവത ഗ്രന്ഥം അതവിടെ വെച്ച് മറന്നുപോയി. മറന്നുപോയപ്പോൾ അദ്ദേഹം തിരിച്ചു പോകാൻ നോക്കിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ഭക്തജനങ്ങളും പറഞ്ഞു ഒരിക്കലും അങ്ങനെ പോകരുത്, കാരണം അവിടെ കാട് പിടിച്ചു കിടക്കുന്ന സമയമാണ്. ആ ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വന്യജീവി ആക്രമണങ്ങളും പലതും സഹിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അങ്ങ് തനിച്ചങ്ങനെ പോകരുതെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ആ ഗ്രന്ഥമില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല, അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വില കൂടിയ ധനം, അതുകൊണ്ട് തന്നെ ആ ഗ്രന്ഥം എടുക്കാൻ ഞാൻ തിരിച്ചു പോവുകയാണ് എന്ന് അദ്ദേഹം പറയുകയും അദ്ദേഹം തിരിച്ചങ്ങോട്ട് എത്തിയ സമയത്ത് മറ്റുള്ളവരെല്ലാം അദ്ദേഹത്തിനെ തനിച്ചാക്കി പോയി. അദ്ദേഹം തിരിച്ച് കൊട്ടിയൂർ അമ്പലത്തിലേക്ക് എത്തിയ സമയത്ത് അവിടെ മഹാദേവൻ പൂന്താനത്തിൻ്റെ ഈ ഒരു ഭാഗവതം വായിച്ചുകൊണ്ട് അർത്ഥം പാർവതീദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടുത്രേ. ആ കണ്ട സമയത്ത് അദ്ദേഹം അവിടെ നിന്നപ്പോൾ അദ്ദേഹത്തിന് എന്താ പറയുക, പാർവതീ സമേതനായിട്ടുള്ള മഹാദേവൻ അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചുകൊണ്ട് എന്താണ് അങ്ങ് തിരിച്ചു വന്നതെന്ന് ചോദിക്കുകയും എൻ്റെ ഒരു ഗ്രന്ഥം തിരിച്ചു കിട്ടിയിരുന്നെങ്കിലും ആ ഗ്രന്ഥം വടക്കുന്നാഥൻ്റെ ക്ഷേത്രത്തിലെ കൂത്തമ്പലത്തിലെ തൃപ്പടിയുടെ മുകളിൽ ഉണ്ടായിരിക്കും എന്ന് പറയുകയും ചെയ്തു. അദ്ദേഹം നേരെ ആ കൊട്ടിയൂരിൽ നിന്ന് വടക്കുന്നാഥൻ്റെ അടുത്തേക്ക് എത്തുകയും അവിടുത്തെ കൂത്തമ്പലത്തിലെ തൃപ്പടിയുടെ മുകളിൽ ഈ ഒരു ഗ്രന്ഥം കണ്ടെത്തുകയും ചെയ്തു എന്നും കൂടി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ പൂന്താനം എന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും അനുസ്മരിച്ച് തീരാത്ത അത്രയും അനുഭവങ്ങൾ ഉണ്ടായിരുന്ന ഒരു ഭക്തൻ തന്നെയായിരുന്നു. നമുക്ക് ആകെ കൂടി അറിയാവുന്നത് എന്താ, പൂന്താനത്തിൻ്റെ ഉണ്ണി മരിച്ചു പോവുകയും അദ്ദേഹം ഇവിടെ വന്ന് ഭജിക്കുകയും ചെയ്തു എന്ന് മാത്രമാണ് അല്ലേ. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അദ്ദേഹം ആ ഒരു ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന് ചോദിക്കുന്ന ആ ഒരു വരിയുണ്ടല്ലോ, ആ വരി നമ്മൾ പീലീലയുടെ സ്വരമാധുര്യത്തിലൊക്കെ നമ്മൾ എന്നും കേൾക്കാറുള്ളൊരു സംഭവമാണ്. പക്ഷെ അവിടെ എത്തുമ്പോൾ ആ പീലീലയുടെ സ്വരം പോലും വളരെ നേർത്തതായും ഭയങ്കര വിഷമപൂർവവും ഒക്കെ കേൾക്കാറുണ്ട്. പക്ഷെ ആചാര്യൻ അതിനെ വളരെ രസകരമായിട്ടാണ് അവതരിപ്പിക്കാറ്. കാരണം ഭഗവാൻ എപ്പോഴും പ്രത്യക്ഷമായി കൂടെ ഉണ്ടായിരുന്ന പൂന്താനത്തിന് ഒരുപാട് കാലം കഴിഞ്ഞപ്പോൾ ഈ ഒരു ജ്ഞാനപ്പാന എഴുതുന്ന സമയമായപ്പോൾ ഭഗവാൻ ചോദിച്ചത്രേ, ആ ഉണ്ണി എൻ്റെ അടുത്തുണ്ട്, എന്താ പൂന്താനം കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ചോദിച്ചു എന്നാണ് പറയുന്നത്. അതായത് ആ ഒരു സമയമാവുമ്പോഴേക്കും അദ്ദേഹം ഈ ഒരു ഭൗതികമായ ഈ ഒരു ലോകത്തിൽ നിന്നൊക്കെ വിട്ട് ഭഗവാനും അദ്ദേഹവും മാത്രം എന്നുള്ള ഒരു ലോകത്തിലേക്ക് എത്തിയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണത്രേ അദ്ദേഹം പറഞ്ഞത്, ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന്. അതായത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഉണ്ണിയായിട്ടുണ്ട്. ഇനി എന്തിനാണ് എനിക്ക് വേറൊരു ഉണ്ണി, ആവശ്യമില്ല ഭഗവാനെ എന്ന് ഭഗവാനോട് നേരിട്ട് അദ്ദേഹം പറഞ്ഞു എന്നാണ് ആചാര്യൻ പറയാറ്. അങ്ങനെ അനുസ്മരിക്കാനും രസമാണ് അല്ലേ. കാരണം എന്താ വെച്ചാൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷമമൊക്കെ മാറിയെന്ന് നമുക്ക് തോന്നും ഇല്ലേ. അങ്ങനെയാണ് ആ ആചാര്യൻ എപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഭക്തി കൊണ്ട് ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന രീതിയിലാണ് ആചാര്യൻ എപ്പോഴും അനുസ്മരിച്ച് കേൾക്കാറുള്ളത്. അതുകൊണ്ടാണ്
ഈ ഒരു ഭാഗം കൂടി ഞാൻ പറഞ്ഞത്. നമ്മൾ കേട്ടിരിക്കുന്നത് എന്താ, പൂന്താനം വളരെയധികം തീർച്ചയായിട്ടും വിഷമത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ഭഗവാനെ ഭജിച്ചു തുടങ്ങിയത്. പക്ഷെ ആ വിഷമത്തിനും അവിടെ ഒരു അവസാനം ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം ശരിക്കും ഭഗവാൻ സ്വന്തം ഉണ്ണിയായി മനസ്സിൽ കൊണ്ടു നടന്നിരുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ 90 കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങളൊന്നുമില്ല. തിരുമാന്താംകുന്ന് അമ്പലത്തിൻ്റെ അടുത്തായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്വഗൃഹം ഉണ്ടായിരുന്നത് എന്നും, അപ്പോൾ അദ്ദേഹം അതുപോലെ തിരുമാന്താംകുന്ന് അമ്പലത്തിൻ്റെ അവിടെ നിന്ന്, ആ മലപ്പുറം ജില്ലയിലാണ്, അവിടെ നിന്ന് ഇവിടെ വരെ വരിക എന്ന് പറയുമ്പോൾ നടന്ന് തന്നെ വരണം. അപ്പോൾ ഈ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് നടന്നു തന്നെ വന്ന് പോയിക്കൊണ്ടിരുന്നിരുന്ന അദ്ദേഹത്തിന് 90 വയസ്സിലധികമായപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരിക്കൽ ഉണ്ണികൃഷ്ണനെ തൊഴുതതിന് ശേഷം വീണ്ടും തിരിഞ്ഞു നോക്കി തൊഴുതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഭഗവാനെ, ഇനി എനിക്കിവിടം വരെ വരാൻ സാധ്യമാവുമോ എന്നറിയുകയില്ല. കാരണം വയസ്സ് 90-ലധികമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും ദൂരം താണ്ടി ഗുരുവായൂരപ്പനെ ഇനി ഇവിടെ വന്ന് എനിക്ക് കാണാൻ സാധിക്കുമോ എന്നറിയില്ല എന്ന് അദ്ദേഹം നിറകണ്ണുകളോടെ പറഞ്ഞു ഗുരുവായൂരപ്പനോട്. ഇതും പറഞ്ഞ് അദ്ദേഹം ഓലക്കുടയൊക്കെ പിടിച്ച് തിരിച്ച് സ്വഗൃഹത്തിലേക്ക് പോയി. ആ ഒരു തിരുമാന്താംകുന്ന് അമ്പലത്തിൻ്റെ അടുത്ത് ഉള്ള ആ പുഴയുടെ തീരത്ത് എത്തിയപ്പോൾ അദ്ദേഹം സന്ധ്യാവന്ദനം നടത്താൻ വേണ്ടിയിട്ട് കുട അവിടെ വെച്ച് പുഴയിലിറങ്ങി തിരിച്ചു വന്നപ്പോൾ കുടയെ അനക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ഉണ്ണികൃഷ്ണൻ. അപ്പോൾ എന്താണ് എന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നിയത്ര അദ്ദേഹത്തിൻ്റെ ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കൂടെ വന്നതായിട്ട് ഒരു അശരീരി അദ്ദേഹം കേട്ടു എന്നും, ഇനി അങ്ങോട്ടേക്ക് വന്ന് ബുദ്ധിമുട്ടണം എന്നില്ല, അങ്ങയുടെ കൂടെ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണെന്നോ, അങ്ങനെ പൂന്താനത്തിൻ്റെ ഉണ്ണികൃഷ്ണൻ്റെ ഒരു അമ്പലം ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളതാണ് കഥ. അപ്പോൾ അദ്ദേഹത്തിന് ഈ ധാമം വിട്ട്, ഈ ഒരു ഭൂമി വിട്ട് ഭഗവാന്റെ ലോകത്തേക്ക് പോകുന്നത് വരെയും തൊഴാൻ ഭഗവാൻ നേരിട്ട് അങ്ങോട്ട് ഭക്തൻ്റെ കൂടെ പോയി എന്നും നമുക്കറിയാം. ഗുരുവായൂരപ്പൻ ഭക്തദാസൻ എന്നറിയപ്പെടാനാണ് ഇഷ്ടം. ഭക്തൻ്റെ ദാസനായിട്ട് ഇരിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദൈവമാണ് നമ്മുടെ ഈ ഒരു ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത്. ഇതൊക്കെ ഭക്തദാസനായിട്ട് അറിയപ്പെടാൻ അദ്ദേഹത്തിന് ഇഷ്ടമുണ്ട് എന്ന് കാണിക്കുന്ന കഥ തന്നെയാണ്. അല്ലെങ്കിൽ എനിക്ക് ഇനി ഇങ്ങോട്ട് വരാൻ സാധിക്കുമോ എന്ന് പൂന്താനം ഒന്ന് ഗദ്ഗതത്തോടെ ചോദിച്ചപ്പോഴേക്കും ഉണ്ണികൃഷ്ണൻ ഇറങ്ങി അങ്ങോട്ട് പോയി, ഇനി ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് കൂടെ വരാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ ഒരു കാരുണ്യം ആലോചിച്ച് നോക്കൂ. അപ്പോൾ പൂന്താനത്തിനെ കുറിച്ച് അഞ്ജന കൃഷ്ണൻ ഇത് ചോദിച്ചപ്പോൾ എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പൂന്താനത്തിനെ കുറിച്ച് പറയാനുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ തീരാത്ത അത്രയും കഥകൾ അദ്ദേഹത്തിനെ കുറിച്ച് ആചാര്യൻ അനുസ്മരിച്ച് കേട്ടിട്ടുണ്ട് കേട്ടോ. അതേമാതിരി തന്നെ നമ്മുടെ ഈ പിന്നിലുള്ള മരപ്രഭു, അദ്ദേഹത്തിനെ ഓർമ്മിക്കാൻ മറ്റൊന്നും ഇന്നത്തെ കാലത്തെ ആളുകൾക്ക് ആവശ്യമില്ല അല്ലേ. അദ്ദേഹം പറഞ്ഞു എന്നൊറ്റ കാരണം കൊണ്ടാണ് ഇതേപോലൊരു മരപ്രഭുവിൻ്റെ രൂപം നമുക്ക് പ്രത്യക്ഷേണ കാണിച്ചു തന്നത് ഗുരുവായൂരപ്പൻ. അദ്ദേഹം പറഞ്ഞു എന്നുള്ള ഒറ്റ റീസൺ കാരണം അദ്ദേഹം വിളിച്ചു അമരപ്രഭു എന്നുള്ളതിന് പകരം മരപ്രഭുവും അദ്ദേഹം തന്നെയാണ്, അമരപ്രഭുവും അദ്ദേഹം തന്നെയാണ് എന്ന് പറയാൻ ഒരു നിമിഷം പോലും താമസിച്ചില്ല ഗുരുവായൂരപ്പൻ എന്നാണ് പറയുന്നത്. ഇതേമാതിരി തന്നെ പൂന്താനത്തിന് വൈകുണ്ഠം കാണിച്ചു കൊടുത്തൊരു കഥയുണ്ട്. മറ്റൊരവസരത്തിൽ നമുക്ക് അതും കൂടെ അനുസ്മരിക്കാം. അടുത്ത ചോദ്യം, രേഷ്മ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, അടിപ്രദക്ഷിണത്തിനെ കുറിച്ച് പറയുമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്നാലും പറയുകയാണ്. അടിപ്രദക്ഷിണം എന്ന് പറയുന്നത് നാമം ചൊല്ലിക്കൊണ്ട് ഒറ്റയടി വെച്ചിട്ട് നടക്കുന്നതിനെയാണ് അടിപ്രദക്ഷിണം എന്ന് പറയുന്നത്. പുരുഷന്മാർ ശയനപ്രദക്ഷിണം ചെയ്യുന്നത് പോലെ അതിനോട് തുല്യ പ്രാധാന്യം തന്നെയാണ് സ്ത്രീകൾക്ക് അടിപ്രദക്ഷിണം എന്ന് പറയുന്നത്. സ്ത്രീകൾ ശയനപ്രദക്ഷിണം വയ്ക്കാൻ സാധിക്കില്ല ഗുരുവായൂരമ്പലത്തിൽ, അതുകൊണ്ട് അടിപ്രദക്ഷിണമാക്കുകയാണ്. അപ്പോൾ അടിപ്രദക്ഷിണത്തിന് ശയനപ്രദക്ഷിണത്തിന് എത്ര പ്രാധാന്യമുണ്ടോ അത്രയും പ്രാധാന്യം തന്നെ ഈ ഒരു അടിപ്രദക്ഷിണത്തിനും ഉണ്ട്. അപ്പോൾ അതെന്തിനു വേണ്ടിയാണ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഓരോരുത്തരും അവരവരുടെ ആഗ്രഹങ്ങൾ ഭഗവാനോട് പറയുന്നു, അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിനായിട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇന്ന കാര്യത്തിന് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം. എന്തായാലും അടി അളക്കാൻ പാടില്ല, നാമം ജപിക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കറിയാവുന്ന ഏതെല്ലാം ശ്ലോകങ്ങളുണ്ടോ അതെല്ലാം ചൊല്ലിക്കൊണ്ട് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ അടിപ്രദക്ഷിണം വെച്ചോളൂ. ഇനി വരുന്ന സമയത്ത് അടിപ്രദക്ഷിണം വെക്കാൻ സാധിക്കട്ടെ. നട അടച്ചിരിക്കുന്ന, അതായത് നിവേദ്യ സമയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ചെയ്യൂ കേട്ടോ. ഗുരുവായൂരപ്പന് ഉഷപൂജയ്ക്ക്, പന്തീരടി പൂജയ്ക്ക്, ഉച്ചപൂജയ്ക്ക് ഒക്കെയുള്ള, അത്താഴ പൂജയ്ക്കൊക്കെയുള്ള നിവേദ്യ സമയം ഒഴിച്ച് ബാക്കിയുള്ള ഏത് സമയത്താണെങ്കിലും അടിപ്രദക്ഷിണം വെക്കൂ കേട്ടോ. നിവേദ്യ സമയത്തും ഗുരുവായൂർ ദേവസ്വം നമ്മളോടൊന്നും പറയുന്നില്ല കേട്ടോ, അടിപ്രദക്ഷിണം ചെയ്യരുതെന്നൊന്നും പറയുന്നില്ല. പക്ഷേ അത് ഔചിത്യക്കുറവുള്ളത് കൊണ്ട് നിവേദ്യ സമയങ്ങൾ ഒഴിവാക്കി ബാക്കിയുള്ള സമയം ചെയ്യൂ കേട്ടോ. പേരറിയാത്തൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ഉത്സവ സമയത്ത് വരികയാണെങ്കിൽ അകത്ത് കയറി തൊഴാൻ പറ്റുമെന്ന്. അകത്ത് കയറി തൊഴാൻ പറ്റും, പക്ഷേ സാധാരണ ദിവസത്തിനേക്കാളും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്തൊക്കെ റെസ്ട്രിക്ഷൻ ആണെന്ന് ഞാൻ അതിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ.
അപ്പോൾ അത്രേ ഉള്ളൂ. ഇന്നിപ്പോൾ നമ്മൾ പൂന്താനത്തിനെ അനുസ്മരിച്ച കാരണം ഒരുപാട് നേരം വൈകിയിട്ടുണ്ട്, കുറേ സമയമായതുകൊണ്ട് ഞാൻ അത്ര ചോദ്യങ്ങളെ എടുത്തുള്ളൂ. നാളെ വിശദമായിട്ട് കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് ഞാൻ വരാം. ഒപ്പം ഈ പൂന്താനത്തിനെ കുറിച്ച് അനുസ്മരിക്കാൻ ബാക്കി വെച്ച കാര്യങ്ങളും കൂടി പറയാൻ തുടങ്ങിയാൽ എനിക്ക് ഭയങ്കര ആവേശമാണ്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ കാര്യമല്ലേ. ഇപ്പോൾ സമയം 12:15 ഉള്ളൂ. ഇന്ന് വളരെ നേരത്തെ ഉച്ചപൂജയുടെ നട തുറന്നു എന്നാണ് കേട്ടോ ഇപ്പോൾ പറയണേ. കാരണം ഇന്ന് നല്ല തിരക്കുണ്ട്. ഇപ്പോൾ തന്നെ വിളിച്ചു പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ആളുകൾ തൊഴുത് കഴിഞ്ഞിട്ടുള്ള ആളുകൾ അമ്പലം വിട്ട് പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും തിരക്കകത്തുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നന്നായി ദർശനം കിട്ടട്ടെ, നമുക്കും പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഉച്ചപൂജയുടെ അലങ്കാരമായിട്ട് നാളെ വരാം. നാളെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരാം. നന്ദി.